As we celebrate this special day, we got an eminent personality as a guest. Now she is working in Pandalam Ayurvedic Hospital. I would like to extend a special welcome to our esteemed guest, Dr. Krishna G. Prasad. Your presence here today. So, ഈ ഒരു വേദി എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അധികൃതരോടും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടും എൻ്റെ ചങ്ക് സ്റ്റുഡൻസിനോടും ഒക്കെ ഉള്ള ഒരു സന്തോഷം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതിനുള്ളൊരു ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നിങ്ങളെക്കാട്ടിൽ ഒത്തിരി 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 എക്സൈറ്റഡ് ആണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. പക്ഷെ നമുക്കൊരു വിഷൻ ഉണ്ടാവണം അല്ലേ? ഒരു വിഷൻ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിന് ബോർഡില്ലാത്തൊരു ബസ് നമ്മുടെ മുന്നിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ആ ബോർഡിൽ ആ ഡ്രൈവറിന് അറിയില്ല ഈ ബസ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. പുള്ളി അങ്ങ് ഓടിച്ചങ്ങ് പോവുക, എങ്ങോട്ടോ പോകുന്നു. അതേസമയം ഒരു എറണാകുളത്തേക്ക് ബോർഡ് വെച്ചൊരു ബസ്സാണ് പോകുന്നത്. ഡ്രൈവർക്കറിയാം ഡ്രൈവർ എവിടെയാണ് ചെന്ന, അയാളുടെ സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത് ഡ്രൈവർക്കറിയാം. ഏതൊക്കെ റൂട്ടിൽ കൂടെ സഞ്ചരിച്ചാൽ ആ ഡ്രൈവർക്ക് അവിടെ എത്താമെന്നുള്ളത് അയാൾക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾക്കൊരു വിഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്താകണം എന്നുള്ളത് കുറെ നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനോട് അടുക്കുമ്പോഴല്ല, ഇപ്പോഴേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ഇങ്ങനൊരു വേദി എനിക്ക് തന്നതിൻ്റെ അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. ആയുർവേദ ഹോസ്പിറ്റൽ പന്തളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ശരിക്കും ഹ്യൂമൻ സർവീസ് എന്തായിരിക്കണം എന്നുള്ള പല കാര്യങ്ങളും എനിക്ക് അവിടെ നിന്നാണ് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരു സമൂഹത്തിൽ ഞാൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കുന്ന ഒരാളാണെന്ന നിലയിൽ എനിക്ക് വളരാൻ കഴിയുന്നതും ആയുർവേദ ഹോസ്പിറ്റലിലെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ എൻ്റെ റീൽസ് ആയാലും നമ്മുടെ ആസ് എ ഡോക്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോസിലൂടെ ഒക്കെയാണ് എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടിയത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതിന് അതിലൂടെ എനിക്ക് ഇവിടെ എത്തി എൻ്റെ ടീച്ചേഴ്സിനെയും നിങ്ങൾ കൂട്ടുകാരെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്.